ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായിട്ട് നാം ഒരിക്കൽ കൂടി ഈ നിലയിൽ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് തന്നിരിക്കുന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിൽ സമയത്ത് തന്നെ ജോയിൻ ചെയ്യുവാൻ കഴിയാഞ്ഞത് ഇവിടെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്ന അത് നിമിത്തമാണ്. എന്നാൽ വേറൊരു മൊബൈലിലെ ഡേറ്റ പാക്കിൽ ജോയിൻ ചെയ്തതാണ്. മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ഒടുവിൽ വരെയും തുടരുവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ഇല്ല എല്ലാവർക്കും? ഓക്കെ. നാം ഈ നാളുകളിൽ റോമാലേഖനത്തിൽ കാണുന്ന ചില വസ്തുതകൾ, ചില പ്രധാനപ്പെട്ട ശിക്ഷ സംബന്ധ സത്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നാം കണ്ടത് നീതീകരണം, അത് 3-ാം അധ്യായത്തിന്റെ 4-ാമത്തിൽ അല്പമായിട്ടും നാം അതേക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന സത്യങ്ങൾ നാം കാണുകയായി. നീതീകരണം എന്നുള്ള വാക്കിന്റെ അർത്ഥം, അതുപോലെ നീതീകരണത്തിന്റെ വെളിപ്പാട്, അത് തന്നെയുമല്ല നീതീകരണത്തിനുള്ള മാർഗം. ആ മാർഗം എന്നുള്ള ഭാഗത്താണ് നാം കൂടുതലും നിന്നത്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വസ്തത നിമിത്തം നമുക്ക് ലഭിക്കുന്നതാണുള്ളത് നാം കണ്ടു. അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് അവർ വീണ്ടും തീർന്നു, നീതീകരണമായി തീർന്നു തുടങ്ങിയുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയുണ്ടായി. ഇനി നാം 5-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും നീതീകരണത്തിന്റെ ആ സത്യങ്ങൾ, ആ വസ്തുത താൻ തുടരുകയാണ്. എന്നാൽ 5-ാം അധ്യായത്തിൽ അതിന്റെ ആരംഭ ഭാഗങ്ങൾ നോക്കുമ്പോൾ നീതീകരണത്തിന്റെ അനുഗ്രഹങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ കാര്യമാണ് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നീതീകരണത്തിന്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. അതിനായിട്ട് നാം 5-ാം അധ്യായത്തിന്റെ, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയുമല്ല, സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ച്, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. നാം വായിച്ച വേദഭാഗത്തെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരുമാറാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ നീതീകരണത്തിന്റെ അനുഗ്രഹങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിന്റെ പ്രാരംഭ ഭാഗം തന്നെ നോക്കിലാക്കാൻ സാധിക്കുന്നതാണ്. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗവും 4-ാം അധ്യായവും നീതീകരണത്തെ കുറിച്ച് പറഞ്ഞു. ഇനിയും 5-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്ന് വെച്ചാൽ, അങ്ങനെ നീതീകരിക്കപ്പെട്ടവർക്ക് എന്താണ് ലഭിച്ചിരിക്കുന്നത്, അവർക്ക് എന്താണ് അത് നിമിത്തമുള്ള അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്താണ് അതിന്റെ, ഏത് നിലയിലാണ് അതിന്റെ പ്രതിഫലനം ഇരിക്കുന്നത്, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.
1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ നീതീകരണത്തിന്റെ അനുഗ്രഹങ്ങളായിട്ട് 3 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഒന്നാമതായി, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. രണ്ടാമതായി, നമുക്ക് കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. മൂന്നാമതായി, ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നാം പ്രശംസിക്കുന്നു. ഇത് 3 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്കുള്ള അനുഗ്രഹങ്ങളാണ്. നോക്കുക, അവിടെ 3 വാക്കുകൾ ശ്രദ്ധിക്കണം. 1 സമാധാനം, 2 പ്രവേശനം, 3 പ്രശംസ. അവിടെ പ്രശംസ എന്ന് പറയുമ്പോൾ സന്തോഷത്തെ കാണിക്കുക, അതിയായ സന്തോഷത്തെ കാണിക്കുക. നമുക്ക് സമാധാനമുണ്ട്, പ്രവേശനമുണ്ട്, നാം പ്രശംസിക്കുകയും ചെയ്യുന്നു. ആദ്യത്തേത് ഭൂതകാലത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ കാലം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനം ഉണ്ട്. അത് മുൻപ് നടന്ന ഒരു സംഭവത്തെ കാണിക്കുന്നതാണ്. അതിന്റെ പ്രതിഫലനം തുടരുന്നു, എന്നാൽ അത് മുൻപ് നടന്ന ഒരു കാര്യത്തെ കാണിക്കുന്നതാണ്. സമാധാനമുണ്ട്, നമുക്ക് ലഭിച്ചു. പിന്നീട് നാം കാണുന്നത് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അത് വർത്തമാനകാലത്തെ കാണിക്കുന്നതാണ്. പ്രവേശനത്തിനുള്ള അധികാരം അത് ഇപ്പോഴത്തെ കാര്യത്തെ കാണിക്കുന്നതാണ്, തുടർമാനമായിട്ടുള്ള കാര്യത്തെ കാണിക്കുന്നതാണ്. പിന്നെ നാം കാണുന്നത് ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് ഭാവി കാലത്തെ കാണിക്കുന്നത്. സമാധാനമുണ്ട്, ഭൂതകാലം. പ്രവേശനം ലഭിച്ചിരിക്കുന്നു, വർത്തമാനകാലം. പ്രത്യാശയിൽ പ്രശംസിക്കുന്നു, ഭാവി കാലം. അല്ലെങ്കിൽ വിശ്വാസത്താൽ ലഭിച്ച നീതീകരണം, അതിന്റെ പ്രതിഫലനം, അതിന്റെ അനുഗ്രഹം, ഭൂതം, വർത്തമാനം, ഭാവി, ഈ 3 കാലങ്ങളെയും സംബന്ധിക്കുന്നതാണ് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ ഓർക്കാൻ കഴിയുന്നത്. ഇത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഇവിടെ കൊണ്ടുവരുവാനായിട്ട് ആവശ്യമുള്ളത് ഇതാണ്. 4-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ നോക്കുക. 4-ാം അധ്യായം 24-25 വാക്യങ്ങൾ ഈ 5-ാം അധ്യായത്തിൽ നാം കാണുന്ന കാര്യത്തോടേറെ ബന്ധപ്പെട്ട വാക്യങ്ങളാണ്. നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 24 മുതൽ 24-25 വാക്യങ്ങൾ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. ഇവിടെ നാം നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള പരാമർശം നാം കാണും. 24-ാം വാക്യത്തിൽ മരണത്തിനേൽപ്പിച്ച കാര്യത്തെ നാം കാണുന്നു. 25-ാം വാക്യത്തിൽ നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. 24-ന്റെ അവസാനം 25-ാം വാക്യത്തിൽ ഉയർപ്പിച്ചവനിൽ, ഉയർപ്പിനെ കുറിച്ചുള്ള 2 പരാമർശം നാം ആ 2 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്നു എന്ന് 24-ാം വാക്യത്തിൽ നാം കാണും. ഉയർപ്പിച്ചവനിൽ വിശ്വസിച്ചു എന്ന് നാം 25-ാം വാക്യത്തിൽ കാണും. എന്നിട്ടാണ് 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. നീതീകരണവും ഉയർപ്പും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് നാം മനസ്സിൽ വെച്ചുകൊണ്ട് പഴയ നിയമത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം നാം വായിക്കുമ്പോൾ യഹോവയുടെ ഉത്സവങ്ങളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. 7 ഉത്സവങ്ങളെ കുറിച്ചുള്ള പരാമർശം നമുക്ക് ആ അധ്യായത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവ ആരംഭത്തിലെ ചില വസ്തുതകൾ മാത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 7 ഉത്സവങ്ങളിൽ
ആദ്യത്തത് പെസഹയാണ്. അത് നമുക്ക് അതിന്റെ 5-ാം വാക്യത്തിൽ കാണാനായിട്ട് കഴിയുന്നു. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ എന്ന് നാം കാണുന്നു. പിന്നെ നാം കാണുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. അത് ക്രിസ്തുവിൽ ക്രൂശിൽ വിശ്വസിച്ചവർ, അതിന്റെ ഗുണം ജീവിതത്തിൽ സ്വീകരിച്ചവർ വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളതിന്റെ സത്യത്തെ കാണിക്കുന്നതാണ്. അതിനുശേഷം നാം താഴേക്ക് വരുമ്പോ 3-ാമത്തെ ഉത്സവം നാം കാണുന്നുണ്ട്. അത് 10-ാം വാക്യത്തിലാണ്. അത് ആദ്യഫല പെരുന്നാൾ. ആദ്യഫല പെരുന്നാൾ ശബത്തിന്റെ അടുത്ത ദിവസം, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയുടെ 1-ാം ദിനം. അന്ന് ആദ്യഫലം ദൈവസന്നിധിയിൽ പുരോഹിതന്റെ കരങ്ങളിൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുകൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ നാം കാണുന്നുണ്ട്. അതോട് ചേർന്നുള്ള യാഗങ്ങളൊക്കെ എന്താണെന്നാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നത്. എന്നാൽ 14-ാം വാക്യത്തിലേക്ക് വരിക, ഈ ആദ്യഫലക്കറ്റ അർപ്പിച്ചതിന് ശേഷം ഉള്ള ഒരു അനുഗ്രഹം നാം കാണുന്നുണ്ട്. എന്താണ് നമ്മോട് കാണുന്നത്? നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ, മലരാകട്ടെ, കതിരാകട്ടെ തിന്നരുത്. ഞാനത് വീണ്ടും വായിക്കാം. നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ. ഏത് വഴിപാടാണ്? ആദ്യഫലക്കറ്റ, അല്ലെങ്കിൽ ആദ്യഫലം അർപ്പിക്കുന്നത് വരെ അപ്പമാകട്ടെ, മലരാകട്ടെ, കതിരാകട്ടെ തിന്നരുത്. എന്ന് വെച്ചാൽ ആദ്യഫലക്കറ്റ കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് അപ്പം ഭക്ഷിക്കാം, മലര് ഭക്ഷിക്കാം, കതിര് ഭക്ഷിക്കാം. ആദ്യഫല പെരുന്നാൾ എന്തിനെ കാണിക്കുന്നതാണ്? പെസഹ മരണത്തെ കാണിക്കുന്നതാണെങ്കിൽ ആദ്യഫല പെരുന്നാൾ കാണിക്കുന്നത് കർത്താവിന്റെ ഉയിർപ്പിനെയാണ്. റോമർ 4:24 നാം വായിക്കുകയുണ്ടായി. മരണത്തിന് ഏൽപ്പിച്ച കർത്താവിനെ നാം കണ്ടു. പെസഹയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 25-ാം വാക്യത്തിൽ 24-ന്റെ അവസാന ഭാഗം തന്നെ നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നാം കാണുന്നു. 25-ാം വാക്യത്തിലും ഉയർപ്പിന്റെ പരാമർശം നാം കാണുന്നു. ആദ്യഫലക്കറ്റ അതിനെ ഓർപ്പിക്കുന്നതാണ്. ഇനിയും ആദ്യഫലം അർപ്പിച്ച ശേഷം ഇസ്രായേൽ ജനം അനുഭവിക്കുവാൻ അനുവാദമുള്ളതാണ് എന്തെല്ലാം? അപ്പം, മലര്, കതിര്. നാം ഇപ്പോൾ ഓർക്കുകയുണ്ടായി, ആ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്കുള്ള അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണത്? സമാധാനം, പ്രവേശനം, പ്രശംസ. ഈ ആദ്യഫലം അർപ്പിച്ച ശേഷം ഇവർക്ക് ഭക്ഷിക്കാം എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളും, അപ്പം, മലര്, കതിര്, അതുപോലെ വിശ്വാസത്താൽ നമ്മൾ നീതീകരണത്തിനാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ട നമുക്കുള്ള ഈ 3 അനുഗ്രഹങ്ങൾ, സമാധാനം, പ്രവേശനം, അതുപോലെ പ്രശംസ, ഈ 3നോടും ഒക്കുന്നതാണ്. ആദ്യത്തേത് അപ്പമായിരുന്നു. നീതീകരണത്തിന്റെ അനുഗ്രഹമായി ആദ്യം നാം കാണുന്നത് സമാധാനം. അപ്പം മനസ്സിൽ കാണുക. പല മണികൾ അരയ്ക്കപ്പെട്ട് പൊടിക്കപ്പെട്ട് ഒന്നായി ചേർന്നതാണത്. ഒരുമയെ കാണിക്കുന്നതാണ്. അത് സമാധാനത്തെ കാണിക്കുന്നതാണ്. നീതീകരിക്കപ്പെട്ടതിനാൽ ദൈവത്തോടും തമ്മിലും സമാധാനം നമുക്കുണ്ട്. രണ്ടാമത്തേത് നാം കണ്ടത് മലരാണ്. എന്താണ് മലര്? പച്ച മണികൾ പെറുക്കി അല്ലെങ്കിൽ പറിച്ചെടുത്ത് അത് വറുത്തെടുക്കുന്നതാണ് മലരെന്ന് പറയുന്നത്. മലര് ഭക്ഷിപ്പാൻ തയ്യാറായത്. പ്രവേശനം നമ്മുടെ വർത്തമാനകാല അനുഗ്രഹമായി നാം കണ്ടു. എപ്പോഴും പ്രവേശിക്കുക. മലര് അതിനെ ഓർപ്പിക്കുന്നതാണ്. ഇനിയും കതിര്, ഇംഗ്ലീഷിൽ നാം കാണുമ്പോൾ ഗ്രീൻ ഇയേഴ്സ്, പച്ചക്കതിര്. പച്ചക്കതിര് നമ്മെ ഓർപ്പിക്കുന്നത് ഒരു പ്രത്യാശയെ. പച്ച അത് പ്രത്യാശയെ കാണിക്കുന്നതാ. അത് കിളിർക്കുന്നതാ. അത് ഫലം തരുന്നതാ. അത് പ്രത്യാശയുടെ ചിത്രമാണ്. അപ്പോൾ ഇവിടെ നാം കാണുന്നത് പ്രത്യാശയിൽ പ്രശംസിക്കുന്ന കാര്യവുമാണ്
നീതീകരിക്കപ്പെട്ടവർക്കുള്ള മൂന്നാമത്തെ അനുഗ്രഹമായി നാം കാണുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പഴയ നിയമത്തിൽ ആദ്യഫല പെരുന്നാൾ നാം കാണുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കാണിക്കുന്നതാണ്. ആ ഉയർത്തതിന് ശേഷം, അല്ലെങ്കിൽ ആദ്യഫലം അർപ്പിച്ച ശേഷം ജനത്തിന് ഈ മൂന്ന് കാര്യങ്ങൾ അനുഭവിക്കുവാൻ സാധിച്ചിരുന്നു: അപ്പം, മലര്, കതിര്. അതുപോലെ ഉയർപ്പിനെ കുറിച്ചുള്ള പരാമർശം 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം, റോമർ 4-ന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നെങ്കിൽ 5-ാം അധ്യായത്തിൽ ആ ഉയർപ്പിച്ച കർത്താവിൽ, അല്ലെങ്കിൽ പിതാവിൽ വിശ്വസിച്ച, അല്ലെങ്കിൽ ആ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിമിത്തം നമുക്കും ഈ 3 അനുഗ്രഹങ്ങളുമുണ്ട്. ഏതെല്ലാം? സമാധാനം, അപ്പം അതിനെ കാണിക്കുന്നതാണ്; മലര് പ്രവേശനത്തെ കാണിക്കുന്നതാണ്; കതിര് പ്രത്യാശയിലുള്ള പ്രശംസയെ കാണിക്കുന്നതാണ്. പഴയ നിയമത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് ഉള്ള ഒരു നിഴൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ 3 അനുഗ്രഹങ്ങൾ അല്പം കൂടി വിശദമായിട്ട് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ആദ്യത്തേത് നമ്മോട് കാണുന്നത് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുണ്ട്. പുതിയ നിയമം നാം വായിക്കുമ്പോൾ ഏതാണ്ട് 5 തരത്തിലുള്ള സമാധാനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ 5 തരത്തിലുള്ള സമാധാനം. ഒന്നാമതായിട്ട്, ലോകം തരുന്ന സമാധാനം. കർത്താവ് സമാധാനത്തെ കുറിച്ച് പറഞ്ഞപ്പോ, യോഹന്നാൻ 14:27 പറഞ്ഞപ്പോ താൻ പറഞ്ഞു, ലോകം തരുന്നത് പോലെ അല്ല. എന്ന് വെച്ചാൽ ലോകവും സമാധാനം തരും. എന്തെങ്കിലും നല്ല കാര്യം ജീവിതത്തിൽ ലോകത്തിൽ അനുഭവിച്ചാൽ അത് നമുക്ക് സമാധാനം ഉളവാക്കുന്നത്. നല്ലൊരു ജോലി കിട്ടിയാൽ അതല്പം സമാധാനം ഉളവാക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല വിജയം ലഭിച്ചാൽ അതല്പം സന്തോഷവും സമാധാനവും തരുന്നതാണ്. അങ്ങനെ ലോകത്തിലെ പല കാര്യങ്ങളും സമാധാനം തരുന്നതാണ്. എന്നാൽ ലോകത്തിലെ സമാധാനം ലോകം തരുന്നുവെങ്കിലും അത് എടുക്കുന്നതുമാണ്. എന്തെങ്കിലും നല്ലത് അനുഭവിക്കുമ്പോൾ സമാധാനമുണ്ട്, എന്തെങ്കിലും തിന്മ ജീവിതത്തിൽ വരുമ്പോ അതങ്ങ് മറക്കും, സമാധാനം അങ്ങ് പോവും. എന്നാൽ ലോകം സമാധാനം തരുന്നതാണ് ഒരളവിൽ, സ്ഥിരമായിട്ടുള്ളതല്ല എങ്കിലും. രണ്ടാമതായിട്ട്, കർത്താവ് തരുന്ന സമാധാനം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതൊരു വിശ്വാസിയുടെ ഉള്ളിൽ വാഴുന്ന സമാധാനമാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, നമ്മുടെ ഉള്ളിൽ വാഴുന്ന സമാധാനം. ഏത് പ്രതിസന്ധിയിലും തീരാത്ത, അണഞ്ഞു പോകാത്ത സമാധാനം. അതാണ് എന്റെ സമാധാനം എന്ന് കർത്താവ് പറഞ്ഞത്. ക്രൂശിലേക്ക് പോകുന്നതിന്റെ തലേന്ന് താൻ പറഞ്ഞ വാക്കുകൾ. പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രതിസന്ധിയിലും തനിക്ക് ആ സമാധാനം ഉണ്ടായിരുന്നു. എന്റെ സമാധാനം, അത് വിശ്വാസിക്കുന്നുള്ള സമാധാനമാണ്. അവന്റെ സമാധാനം നമ്മിലുണ്ട്. ലോകം തരുന്ന സമാധാനം, വിശ്വാസിയിലുള്ള സമാധാനം. ഇനിയും 1 തെസ്സലോനിക്കർ 5:13 നാം വായിക്കുമ്പോൾ അവിടെ പൗലോസ് വിശ്വാസിയോട് പറയുന്നത് തമ്മിൽ സമാധാനമുള്ളവരായിരിക്കും എന്ന് പറയുന്നത് നാം കാണും. തമ്മിൽ സമാധാനം, അത് വിശ്വാസികൾ തമ്മിലുള്ള സമാധാനമാണ്. ഇപ്പൊ നാം കണ്ടത് നമ്മുടെ ഉള്ളിലുള്ള, വിശ്വാസിയിലുള്ള സമാധാനമാണ്. ഇവിടെ വിശ്വാസികൾ തമ്മിലുള്ള സമാധാനം, അത് ഒരുമയും സ്നേഹത്തെയും ഒക്കെ കാണിക്കുന്നതാണ്. അതുകൂടാതെ നാം എഫേസ് ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ മറ്റൊരു സമാധാനം നാം കാണുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതിൽ 4-ാമത്തതാണത്. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അങ്ങനെ സമാധാനം ഉണ്ടാക്കിയതായി നാം കാണും. ഇരുപക്ഷം എന്നവിടെ പറയുന്നത് ജാതിയും യഹൂദനും തമ്മിലുള്ള സമാധാനത്തെ കാണിക്കുന്നതാണ്. യഹൂദന്മാർ ജാതികളെ കുറിച്ച് വിചാരിച്ചിരുന്നത് അവർ അനുഗ്രഹത്തിന് ഒരിക്കലും അർഹതയില്ലാത്തവരായിരുന്നുവെന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് മാത്രം പാത്രരായിരിക്കുന്നവർ, നരകത്തിലെ തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുവാൻ ഇന്ധനമായിരിക്കേണ്ടവർ എന്ന് മാത്രമേ ജാതിയെക്കുറിച്ച് യഹൂദൻ വിചാരിച്ചിരുന്നുള്ളൂ. അതായിരുന്നു അവരുടെ ധാരണ. ജാതിയും യഹൂദനും തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു. എന്നാൽ കർത്താവ് ആ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ജാതിയും യഹൂദനെയും തന്റെ ശരീരത്തിൽ, സഭയിൽ ഒന്നാക്കി സമാധാനമുണ്ടാക്കി.
അപ്പോൾ ഈ രണ്ട് കൂട്ടങ്ങൾ തമ്മിൽ ഒരു സമാധാനം, റേഷ്യൽ പീസ് എന്നതിന് പറയും. ജാതിയും യഹൂദനും തമ്മിലുള്ള സമാധാനം. എന്നാൽ നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ നാം പറഞ്ഞ ആ സമാധാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇവിടെ പറയുന്ന ദൈവത്തോട് സമാധാനമുണ്ടെന്ന് പറയുന്നത് ഒരു വ്യക്തിയും ദൈവവുമായിട്ടുള്ള സമാധാനമാണ്. ദൈവവും ഒരു പാപിയും തമ്മിലുള്ള ആ ബന്ധത്തെ ഒന്ന് നോക്കുക. അവർ തമ്മിലുള്ള അവർക്ക് മധ്യേയുള്ള സ്ഥലം യുദ്ധക്കളമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പാപി ദൈവത്തിന് ശത്രുവാ. ദൈവത്തിന്റെ കോപം പാപികളുടെ മേൽ വരികയാണ്. നാം അത് മുൻപ് കാണുകയുണ്ടായി. എന്നാൽ ഇതാ ക്രിസ്തു മധ്യസ്ഥനായി അതിന്റെ മധ്യേ വരുന്നു. ശിക്ഷ താൻ ഏൽക്കുന്നു, പാപിയെ ദൈവത്തോട് ചേർക്കുന്നു, വിശ്വസിക്കുന്നവരെ ദൈവത്തിന്റെ അരികിലേക്ക് അവൻ കൊണ്ടുവരുന്നു. അങ്ങനെ വിശ്വാസത്താൽ അവർക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ശത്രുത്വം നീങ്ങി ദൈവത്തോട് നിരപ്പ് വരുന്നു. ആ സമാധാനമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പാപിയും ദൈവവുമായിട്ടുള്ള സമാധാനം. ആ സമാധാനം അനുഭവിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് നോക്കുക. നാം ഇപ്പോൾ എഫേസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഉദ്ധരിക്കുകയുണ്ടായി. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെ പറയുന്നത് അവൻ നമ്മുടെ സമാധാനം. അവൻ നമുക്ക് സമാധാനം ഉണ്ടാക്കി എന്നുള്ളതല്ല, അത് താൻ പിന്നീട് പറയും 15-ാം വാക്യത്തിൽ. അവൻ നമുക്ക് സമാധാനം തന്നു എന്ന് മാത്രമല്ല, അതും ആ ഭാഗങ്ങളിൽ താൻ പറയുന്നുണ്ട് പിന്നീട്. എന്നാൽ ആ 14-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് അവൻ നമ്മുടെ സമാധാനം. അവന്റെ വ്യക്തിത്വം, അവന്റെ സാന്നിധ്യം, അവന്റെ ക്രിയകൾ, അവയെ എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു പ്രയോഗമാണ്. അവൻ നമ്മുടെ സമാധാനം. നാം ഇങ്ങനെ വിചാരിക്കുക, ഏതെങ്കിലും നാം ഏതെങ്കിലും അറിയാത്ത ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഏതെങ്കിലും അപകടം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യം നേരിടുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ആരുമില്ല സഹായത്തിന്. എങ്ങനെയെന്ന് വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് നമ്മെ വളരെ സ്നേഹിക്കുന്ന, മാത്രമല്ല നമ്മെ അടുത്തറിയാവുന്ന, തന്നെയുമല്ല നമ്മെ സഹായിക്കുവാൻ മനസ്സുള്ള ഒരാളെ പെട്ടെന്ന് നമ്മുടെ മുൻപിൽ കാണുന്നു എന്ന് വിചാരിക്കുക. അവിചാരിതമായി താൻ വരുന്നു എന്ന് വിചാരിക്കുക. തന്നെ കാണുമ്പോൾ എത്ര സമാധാനമായിരിക്കും. താൻ ഒന്നും ചെയ്തില്ല, താൻ അവിടെ നാം തന്നെ കണ്ടതേ ഉള്ളൂ. സമാധാനം ഒന്നും താൻ ഉണ്ടാക്കിയില്ല, ഒരു ക്രിയയും ചെയ്തില്ല, ആ കണ്ടതേ ഉള്ളൂ. ആ കാഴ്ച തന്നെ എന്ത് സമാധാനം വരുത്തും. ആ വ്യക്തി നമ്മെ സ്നേഹിക്കുന്ന ആളാ, വ്യക്തി കരുത്തുള്ള ആളാ, മാത്രമല്ല താൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ആളുമാണ്. അതുകൊണ്ടാണ് ആ സമാധാനം ഉളവാകുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് അവൻ നമ്മുടെ സമാധാനം. അവന്റെ സാന്നിധ്യം, അവന്റെ വ്യക്തിത്വം, അവന്റെ ക്രിയകൾ, അവയെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു പ്രയോഗമാണിത്. അവൻ നമ്മുടെ സമാധാനം. കർത്താവ് നമുക്ക് സമാധാനം. അതെ, പാപിക്കും വിശുദ്ധനായ ദൈവത്തിനും മധ്യേ അവൻ മധ്യസ്ഥനായി തീർന്നു. പാപിക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള വഴിയായി അവൻ തീർന്നു. അവൻ മുഖാന്തരം നമുക്ക് സമാധാനമുണ്ട്. അതെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇതെത്രയോ വലിയ കാര്യമാണ്. നാം സാധാരണ ഈ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഇത് നാം വളരെ അറിയുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ പ്രാധാന്യം നാം എത്രമാത്രം നൽകുന്നു ഇതിന് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. നോക്കുക, വിശുദ്ധനായിട്ടുള്ള ദൈവത്തോട് നാം ഇന്ന് സമാധാനമുള്ളവര്. നാം അവൻ്റെതാ, അവൻ നമ്മുടേതാ. അവനും നമുക്കും മധ്യ ഒരു പിളർപ്പില്ല. നിരപ്പ് വന്നവര്, അവൻ നമ്മെ അവനോട് നിരപ്പിച്ചു. സമാധാനം. ഇനി രണ്ടാമത്തേലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. രണ്ടാമത്തെ അനുഗ്രഹത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. എന്താണ് രണ്ടാമത്തേതായിട്ട് ഞാൻ പറഞ്ഞത്? നാം രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നു, 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ. അവിടെ നാം കാണുന്നത് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും. ഇതെല്ലാം 1-ാം വാക്യത്തിൽ പറഞ്ഞ നീതീകരണത്തിന്റെ തുടർച്ചയാണ്. 1-ാം വാക്യത്തിൽ പറഞ്ഞു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്,
ഇവിടെ പറയുന്നത് വിശ്വാസത്താൽ പ്രവേശനവും എന്ന് വെച്ചാൽ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്. ഇവിടെ കൃപയിലേക്ക് എന്നാണ് നാം കാണുന്നത്. അതിൽ ദൈവസാന്നിധ്യവും ആ ദൈവസാന്നിധ്യം നിമിത്തം നമുക്ക് അനുഭവിക്കാവുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കുറിക്കുന്ന പ്രയോഗമാണ് കൃപയിലേക്ക് പ്രവേശനം. ക്രിസ്തു മുഖാന്തരം നാം അനുഭവിക്കുന്ന മുഖാന്തരം നാം അനുഭവിക്കുന്ന നീതീകരണം മുഖാന്തരം നാം അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എല്ലാ അനുഗ്രഹങ്ങളെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണത് കൃപ. ആ കൃപയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. പ്രവേശനം. ഈ പ്രവേശനം എന്ന വാക്ക് വളരെ മനോഹരമായിട്ടുള്ള വാക്ക്. ഒരു രാജാവിന്റെ, ചക്രവർത്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാന വ്യക്തിയുടെ അരികിലേക്ക് ചെല്ലുവാനുള്ള അവകാശത്തെ അത് കാണിക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്, കൃപയിലേക്ക് പ്രവേശനമുണ്ട്. നാം എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോ അതിന്റെ 2-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോ അവിടെ പൗലോസ് ഈ കാര്യത്തെ കുറിച്ച് പറയുന്നത് നാം കാണുന്നുണ്ട്. നാം ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. 2-ാം അധ്യായം 18-ാം വാക്യം, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. പിതാവിങ്കലേക്ക് പ്രവേശനം. 3-ാം അധ്യായത്തിലേക്ക് വരിക. 3-ാം അധ്യായം 12-ാം വാക്യം, അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. പ്രവേശനം. നാം എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോ ഇത് സംബന്ധിച്ച് വളരെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എബ്രായ ലേഖനം അതിന്റെ 4-ാം അധ്യായം ഒടുവിലത്തെ വാക്യം നാം വായിക്കുമ്പോ, അതായത് 16-ാം വാക്യം വായിക്കുമ്പോ ഇതേക്കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. 4-ാം അധ്യായം 16-ാം വാക്യം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നോക്കുക, ഇവിടെയും നാം കൃപ കാണുന്നു, കരുണ കാണുന്നു. അതിലേക്ക് നമുക്ക് എന്തുണ്ട്? അടുത്ത് ചെല്ലുവാനുള്ള അവകാശം എന്ന് വെച്ചാൽ പ്രവേശനമുണ്ട്. 7-ാം അധ്യായത്തിലേക്ക് വരിക. 7-ാം അധ്യായം 19-ാം വാക്യം, അവിടെയും ഈ കാര്യം നാം കാണുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം ദൈവത്തോട് അടുക്കുന്നതിലുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. അതിന്റെ 25-ാം വാക്യം നോക്കുക. അവിടെ നാം കാണുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ തുടങ്ങിയുള്ള കാര്യങ്ങൾ നാം കാണുന്നു. ദൈവത്തോട് അടുക്കുക, ഇതിനുള്ള അവകാശം ദൈവം പുത്രൻ മുഖാന്തരം വിശ്വാസത്താൽ നമുക്ക് നൽകിയിരിക്കുകയാണ്. എത്രയോ വലിയ കാര്യമാണ്. 10-ാം അധ്യായത്തിലേക്ക് നോക്കുക. അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നത് 22-ാം വാക്യം നോക്കുക. അതിന്റെ അവസാന ഭാഗം നാം നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക എന്നുള്ള പ്രയോഗമാണ്. അടുത്ത് ചെല്ലുക. ഇങ്ങനെ ആവർത്തിച്ച് നമുക്ക് ഈ പ്രയോഗം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റു ഭാഗങ്ങളിലും നമുക്ക് ശ്രദ്ധ കൊണ്ടുപോകാവുന്നതാണ്. അതിലേക്കൊന്നും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കുക, ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. ഞാൻ ഓർപ്പിച്ചതുപോലെ ആ കൃപയെന്ന് പറയുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിലുള്ള പ്രവേശനം, തക്ക സമയത്തുള്ള കരുണ, കൃപ മാത്രമല്ല അവനിലുള്ള നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളെയും കുറിക്കുന്നതാണ്. അതിലേക്കുള്ള പ്രവേശനം, അത് അനുഭവിക്കുവാനുള്ള പ്രവേശനം നമുക്ക് എപ്പോഴും ഉള്ളതാ. എന്തുകൊണ്ടുണ്ടായി? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. എന്നാൽ ഈ കൃപയും ഒക്കെ നാം എത്രമാത്രമാണ് അനുഭവിക്കുന്നത് പ്രായോഗികമായി? അവന്റെ സാന്നിധ്യം എത്രമാത്രം അനുഭവിക്കുവാനാണ് നാം അവന്റെ അരികിൽ അടുത്ത് ചെല്ലാറുള്ളത്? ഇതൊക്കെ പ്രായോഗികമാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പഴയ നിയമകാലത്ത് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ സമയമുണ്ടായിരുന്നു, സ്ഥലമുണ്ടായിരുന്നു, അതിന്റെ ക്ലിപ്തതയൊക്കെ നൽകിയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ സമയമോ അതുപോലെ ആ സ്ഥലമോ പ്രശ്നമല്ല. ഏത് സമയവും അവന്റെ അരികിലേക്ക് ചെല്ലാം. ഏത് സമയവും കൃപ പ്രാപിപ്പാനുള്ള അവസരമുണ്ട്. ഏത് സ്ഥലവും കൃപ പ്രാപിപ്പാനുള്ള അവസരമാണ്.
ഏത് സ്ഥലത്ത് വെച്ചും സമയത്ത് വെച്ചും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച്, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ച് അടുത്ത് ചെന്ന് കൃപ പ്രാപിപ്പാനുള്ള അവസരം നമുക്ക്. ഇതൊക്കെ കേവലം പറയാനുള്ളതല്ല, അനുഭവിപ്പാനുള്ളതാണ്. നാം മിക്കവാറും പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു. അവന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാനുള്ള ഏതവസ്ഥയിലും, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴും സാന്നിധ്യബോധത്തിൽ ജീവിക്കുവാനുള്ള ആ വലിയ അനുഗ്രഹം പുതിയ നിയമ വിശ്വാസികളായ നമുക്കുണ്ട്. സമാധാനമുണ്ട്, പ്രവേശനമുണ്ട്. മൂന്നാമത്തത് നാം കണ്ടത്, നാം പ്രശംസിക്കുന്നു എന്നുള്ള പ്രയോഗമാണ്. പ്രശംസിക്കുന്നു. 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ് നാം അത് കാണുന്നത്. പ്രശംസിക്കുന്നു. ഇവിടെ പ്രശംസിക്കുന്നു എന്നുള്ള വാക്കിന്റെ അർത്ഥം ആനന്ദത്തെ കാണിക്കുന്നതാണ്. നാം ആനന്ദിക്കുന്നു, നാം സന്തോഷിക്കുന്നു, റിജോയ്സ്. നാം രണ്ടാം വാക്യത്തിന്റെ അവസാനം മുതൽ 11-ാം വാക്യം വരെയും വായിക്കുമ്പോ ഈ കാര്യത്തിന്റെ വിശദീകരണമാണ് നാം കാണുന്നത്. ഈ പ്രശംസയുടെ, അല്ലെങ്കിൽ ഈ ആനന്ദത്തിന്റെ വിശദീകരണമാണ് നാം കാണുന്നത്. ഈ ആനന്ദം എന്നിവിടെ പറയുന്നത്, അല്ലെങ്കിൽ പ്രശംസ എന്നിവിടെ പറയുന്നത് 3 തലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2-ാം വാക്യം നോക്കുമ്പോൾ നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ആ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. രണ്ടാമതായിട്ട് 4-ാം വാക്യം നോക്കുക, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. മൂന്നാമതായിട്ട് 11-ാം വാക്യത്തിന്റെ അവസാനം നോക്കുക, നാം ദൈവത്തിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. ഇതെല്ലാം വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ അനുഗ്രഹങ്ങൾ. ആദ്യത്തെ അനുഗ്രഹം സമാധാനം, 2-ാമത്തെ അനുഗ്രഹം പ്രവേശനം, 3-ാമത്തെ അനുഗ്രഹം പ്രശംസ അല്ലെങ്കിൽ ആനന്ദം. ഏതിലെല്ലാം നാം ആനന്ദിക്കുന്നു? 3 കാര്യങ്ങളിൽ. ഒന്നാമത് പ്രത്യാശയിൽ, 2-ാമത് കഷ്ടങ്ങളിൽ, 3-ാമത് ദൈവത്തിൽ. ഇനി ഈ 3 കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കുവാൻ ഞാൻ ശ്രമിക്കട്ടെ. ആദ്യത്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നാം പ്രത്യാശയിൽ, അല്ലെങ്കിൽ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്നുള്ള കാര്യമാണ്. ദൈവ തേജസ്സിന്റെ പ്രത്യാശ. എന്താ ഇവിടെ ദൈവ തേജസ്സിന്റെ പ്രത്യാശ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? ഈ ദൈവ തേജസ്സിന്റെ പ്രത്യാശ എന്ന് പറയുമ്പോൾ ഭാവിയെ ആയിരിക്കാം പ്രധാനമായി ഇവിടെ കാട്ടുന്നത്. നമ്മുടെ കർത്താവ് വരും, നമ്മെ തന്റെ സന്നിധിയിൽ ചേർക്കും, നമ്മുടെ ഇന്നത്തെ വിശ്വസ്തതയ്ക്ക് അനുസാരമായി അവൻ തന്റെ തേജസ്സിന്റെ ഘനം നാമുമായി പങ്കിടും. നാം മഹത്വീകരിക്കപ്പെട്ടവരായി തീരും. ആ മഹത്വത്തിന്റെ ഘനം നമ്മുടെ ഇന്നത്തെ വിശ്വസ്തതയ്ക്കനുസരിച്ചായിരിക്കും. അത് തന്നെയുമല്ല, ആ മഹത്വത്തിൽ കർത്താവിനോടൊപ്പം നാം വെളിപ്പെടും. തേജസ്സും മഹത്വവും ഒന്ന് തന്നെ. അപ്പോൾ ആ കാര്യത്തെ, ആ പ്രത്യാശയെ എല്ലാം കുറിക്കുന്ന പ്രയോഗമായിരിക്കാം ഇത്. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നാം പ്രശംസിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ വരവ്, നമുക്കുണ്ടാകുവാനുള്ള ആ വ്യതിയാനം, തേജസ്സിൽ നാം അവനെ കാണും, നാം അവനെ പോലെയായി തീരും. ആ തേജസ്സിന്റെ ഘനം അവൻ നമുക്ക് നൽകും. മാത്രമല്ല, തേജസ്സിൽ വീണ്ടും നാം ഈ ലോകത്തിൽ പ്രത്യക്ഷമാകും. ഞാനത് വിശദീകരിക്കുവാൻ ആവശ്യമില്ല, നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതാണ് ഇവിടെ നാം കാണുന്ന സന്തോഷം. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ സന്തോഷിക്കുന്നു. അത് ഭാവിയിലേക്ക് നോക്കുന്നതാണ്. ഇനിയും രണ്ടാമതായിട്ട് നോക്കുക, അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഇത് ലോകത്തിനറിയാത്ത വസ്തുതയാണ്. നീതീകരണം പ്രാപിച്ചവർക്ക് മാത്രം അറിയാവുന്ന വസ്തുതയാണ്. കഷ്ടങ്ങളിൽ വിഷമിക്കുവാനേ ലോകത്തിന് അറിയുള്ളൂ. എന്നാൽ ഒരു വിശ്വാസി കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു.
അവിടെ കഷ്ടങ്ങൾ എന്നുള്ള വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ആ കഷ്ടങ്ങൾ എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രിബുലേഷൻ എന്ന. വി റിജോയ്സ് ഇൻ ട്രിബുലേഷൻ ഓൾസോ. ട്രിബുലേഷൻ, കഷ്ടങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള വാക്ക് ട്രിബുലേഷൻ എന്നുള്ള വാക്ക്. ആ ട്രിബുലേഷൻ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ലാറ്റിൻ ഭാഷയിലുള്ള വാക്ക് ട്രിബുലം എന്ന. ട്രിബുലം, ട്രിബുലം എന്ന വാക്കിൽ നിന്നാണ് ട്രിബുലേഷൻ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത്. കഷ്ടങ്ങൾക്കുള്ള ഇംഗ്ലീഷ് പദമാണ്. ഇനി ലാറ്റിൻ ഭാഷയിലുള്ള ട്രിബുലം എന്നുള്ള വാക്ക് എന്തിനെ കുറിക്കുന്നതാണ്? ലാറ്റിൻ ഭാഷയിൽ അത് ഉപയോഗിച്ചിരുന്നത് മെതിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിനായി. കറ്റ മെതിക്കുവാൻ. നമുക്കറിയാം, കറ്റ കൊയ്തുകൊണ്ട് അത് കരയ്ക്ക് കൊണ്ടുവരും. പിന്നെ ധാന്യം അതിൽ നിന്നും വേർതിരിക്കണമെങ്കിൽ അത് മെതിക്കണം. അതിന് മെതിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിരുന്നു ഈ ട്രിബുലം എന്ന് പറയുന്നത്. അതിന്റെ ഒരു തടി കഷ്ണമാണ്. അതിന്റെ ഒരു വശത്ത് മുള്ളു പോലെയുള്ള ഭാഗമായിരിക്കും, അതിന്റെ മറ്റു ഭാഗത്ത് അതിന്റെ പിടിയുമായിരിക്കും. ആ പിടിയിൽ പിടിച്ച് ഈ വസ്തുവിനാൽ ആ കറ്റയെ അടിക്കുമ്പോ അതിൽ നിന്നും ധാന്യം വേർതിരിക്കും. അങ്ങനെ ധാന്യം വേർതിരിച്ചെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുപയോഗിക്കുന്നതാണ് ഈ വസ്തു ട്രിബുലം. മെതിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ്. ആ പേരാണ് നമുക്ക് ലഭിക്കുന്ന കഷ്ടതകൾക്ക് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, ട്രിബുലേഷൻ. അപ്പോൾ കഷ്ടതയ്ക്കുള്ള ആ ഉദ്ദേശം, പ്രയോജനം നമുക്കതിൽ കാണാൻ സാധിക്കുന്നു. എന്താണ് കഷ്ടത കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത്? നമ്മിൽ നിന്നും ഗുണം തിരിഞ്ഞു വരാൻ, നമ്മെ കൂടുതൽ ഗുണമുള്ളവരാക്കുവാൻ, പ്രയോജനമുള്ളവരാക്കുവാൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മെ കൂടുതൽ ആത്മീയ വളർച്ചയുള്ളവരാക്കുവാൻ, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ജീവിതം നമ്മിൽ ഉളവാക്കുവാൻ. ഞാൻ ഓർപ്പിച്ചതുപോലെ കറ്റയിൽ നിന്നും മെതിച്ച് ആ മണികൾ മാറ്റിയില്ലെങ്കിൽ അത് ഉപയോഗയോഗ്യമല്ല. അതുപോലെ നമ്മിലുള്ള കഴിവുകൾ പ്രത്യക്ഷമാകണമെങ്കിൽ, ഗുണമുള്ള വിശ്വാസികളായി തീരണമെങ്കിൽ, മറ്റുള്ളവർക്ക് പ്രയോജനം, ദൈവത്തിന് മഹത്വം ജീവിതത്തിലൂടെ ഉണ്ടാകണമെങ്കിൽ കഷ്ടതയുടെ പാതയിൽ പോയെങ്കിലേ സാധിക്കുകയുള്ളൂ. അതാണ് ട്രിബുലേഷൻ, കഷ്ടത. അതുകൊണ്ടാണ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. വേറെയും കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാൻ കാരണം പലതുണ്ട്. അതിലേക്കൊന്നും പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മാത്രം ഞാൻ ഓർപ്പിക്കുക. ഇനിയും ആ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുന്നത് നോക്കുക. അവിടെ താൻ പറയുന്നത് ഇങ്ങനെയാണ്, 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്തുകൊണ്ട് പ്രശംസിക്കുന്നു? ആ കഷ്ടം എന്നുള്ള വാക്ക് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. അത് കൂടാതെ പൗലോസിയോട് പറയുന്നത് കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു. എന്താണ് സഹിഷ്ണുത? അത് ദീർഘക്ഷമയെ ഉളവാക്കുന്നു. എന്നിട്ട് അതെന്തുളവാക്കുന്നു? സിദ്ധത. എന്താണ് സിദ്ധത എന്ന് പറഞ്ഞാൽ? നാം സാധാരണ ഉപയോഗിക്കാത്ത വാക്കാണല്ലോ. സിദ്ധത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എക്സ്പീരിയൻസ്, പരിചയം. ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിന്റെ പരിചയം, ലോക ജീവിതം കൊണ്ടുള്ള പരിചയം, അനുഭവങ്ങളാലുള്ള പരിചയം, അതുളവാക്കുന്നു. എന്നിട്ട് അതെന്തുളവാക്കുന്നു? സിദ്ധത പ്രത്യാശയുളവാക്കുന്നു. സിദ്ധത പ്രത്യാശയുളവാക്കുന്നു. സാധാരണ ഈ പ്രത്യാശ നാം വിശദീകരിക്കാറുള്ളത് ഭാവി പ്രത്യാശയോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ മറ്റൊരു വിശദീകരണം അതിനേക്കാളും മനോഹരമായിട്ടുള്ളതും പ്രായോഗികമായിട്ടുള്ളതുമാണ്. അതെന്താണ് ഇവിടെ പറയുന്ന പ്രത്യാശ? ഭാവി പ്രത്യാശയല്ല, പിന്നെ കഷ്ടതയിലൂടെ കടന്നു വരുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള പ്രത്യാശയാണ്. അവൻ പ്രതീക്ഷ നമുക്ക് നൽകുന്ന ഒരു വ്യക്തിയായിത്തീരുന്നു, പ്രത്യാശ ഉള്ള ഒരു വ്യക്തിയായിത്തീരുന്നു. നോക്കുക, കഷ്ടത അത് ദീർഘക്ഷമയെ ഉളവാക്കുന്നു. ആ ദീർഘക്ഷമ
ലോക പരിചയം, അനുഭവ സമ്പത്ത് അവൻ ഉളവാക്കുന്നു. അങ്ങനെ അനുഭവത്തിലൂടെയുള്ള പരിചയമുള്ള വ്യക്തികൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള വ്യക്തിയായിത്തീരുന്നു. മറ്റുള്ളവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും വെക്കുവാനുള്ള ഒരു വ്യക്തിയായിത്തീരുന്നു. അതാണ് ഇവിടെ കാണുന്ന പ്രത്യാശ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭാവി പ്രത്യാശ എന്നും ഇതിനെ വിശദീകരിക്കുന്നവരുണ്ട്. എന്നാൽ അതിലും മെച്ചമായിട്ടുള്ള വിശദീകരണം ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ പ്രയോജനമുള്ളവരായിത്തീരും. അതാണ് പ്രത്യാശ. പ്രയോജനമുള്ള ജീവിതം പ്രതീക്ഷിക്കാം. യോസഫ് കഷ്ടതയിലൂടെ കടന്നുപോയി. അവൻ ഇസ്രായേൽ ജനത്തിന് രക്ഷകനായി തീർന്നു. നാം ഒന്ന് ഓർക്കേണ്ടത്, കഷ്ടതയൊന്നും അനുഭവിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് മറ്റുള്ളവർക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല. മറ്റുള്ളവർക്ക് വലിയ പ്രതീക്ഷ അവന് വെക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ കഷ്ടങ്ങളിലൂടെ അനുഭവ പരിചയമുള്ളവരിൽ നിന്നും പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. അവൻ മറ്റുള്ളവർക്ക് പ്രയോജനമായിരിക്കും. അതാണ് പ്രത്യാശയുളവാക്കുന്നു. എന്നാൽ അനുഭവം മാത്രം പോരാ. അടുത്ത വാക്യം നോക്കുക. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല എന്ന് വെച്ചാൽ നിരാശ അവന് അങ്ങനെയുള്ളവരിൽ ഉളവാകുന്നില്ല. കാരണം എന്താണ്? ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഉള്ളിൽ ദൈവ സ്നേഹമുണ്ട്. പരിചയവും ഈ സ്നേഹവുമാണ് മറ്റുള്ളവർക്ക് പ്രയോജനം വരുവാൻ കാരണമായി തീരുന്നത്. ദൈവത്തിന്റെ സ്നേഹമില്ല എങ്കിൽ കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോയവരെ കുറിച്ചും വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് പ്രതീക്ഷിക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ ലോക പരിചയം, അനുഭവ പരിചയം തന്നെയുമല്ല, ഉള്ളിലുള്ള ദൈവസ്നേഹം, ഇത് രണ്ടും ചേരുമ്പോ മറ്റുള്ളവർക്ക് പ്രയോജനമായ, ദൈവനാമ മഹത്വത്തിന് കാരണമായ ഒരു ജീവിതത്തിന് മുഖാന്തരമായി തീരും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് പൗലോസ് പറയുന്നത്. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം അത് വെളിപ്പെട്ടതാണ്. താഴേക്ക് വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. അത് പ്രദർശിപ്പിക്കപ്പെട്ടതാണ്, അത് രക്ഷിക്കുന്നതാണ്, അത് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ സ്നേഹമുള്ളവർ ലോകത്തിലെ പരിചയം, കഷ്ടതയുടെ പരിചയത്താൽ അവർ മറ്റുള്ളവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് അവർ 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 ആ സഹായകരായിത്തീരും, പ്രതീക്ഷയുള്ളവരായിത്തീരും. അവരിൽ നമുക്ക് പ്രത്യാശിക്കാം. ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. ഇനി ഒടുവിലത്തതിലേക്ക് നമ്മൾ ശ്രദ്ധയോത്ത് കൊണ്ടുവരാം. 11-ാം വാക്യം. അവിടെ പൗലോസ് പറയുന്നത് നാം ദൈവത്തിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരുടെ അനുഗ്രഹങ്ങളാണ്. നാം സന്തോഷിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഭാവി പ്രത്യാശ. രണ്ടാമത്, കഷ്ടങ്ങളിൽ. മൂന്നാമത്തത് ഇവിടെ നാം കാണുന്നത് ദൈവത്തിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ പ്രത്യാശിക്കുക. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 17-ാം വാക്യത്തിൽ ഇസ്രയേലിനെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം നാം കാണുന്നുണ്ട്. 2-ാം അധ്യായം 17-ാം വാക്യം. നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രത്യാശിച്ചും തുടങ്ങിയ പല കാര്യങ്ങൾ യഹൂദന്മാരെ കുറിച്ച് പറയുന്നു. അല്ല, ഒരു കാര്യമാണ് ദൈവത്തിൽ പ്രശംസിച്ചു. അവർ ദൈവത്തിൽ പ്രശംസിച്ചു. അപ്പോ യഹൂദന്മാർ അവരും ദൈവത്തിൽ പ്രശംസിച്ചു. എന്തായിരിക്കാം അവർ പറഞ്ഞത്? യഹോവയിലുള്ള പ്രശംസ. യഹോവ ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങൾ അവന്റെ ജനമാണ്. എന്നാൽ അവർ ജഡികമായിട്ടുള്ള ഒരു ബന്ധത്തിലുള്ള പ്രശംസയായിരുന്നു. ലോകത്തിൽ തനിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം. എന്നാൽ നാം ആത്മീയ തലത്തിൽ പ്രശംസിക്കുകയാണ്. മാത്രമല്ല, ദൈവത്തെ അവർ പിതാവെന്ന് വിളിച്ചപ്പോ ഒരു രാഷ്ട്രമെന്നുള്ള നിലയിലുള്ള ബന്ധമായിരുന്നു. തിരഞ്ഞെടുപ്പും എല്ലാം അങ്ങനെയായിരുന്നുവല്ലോ. എന്നാൽ നമുക്ക് തിരഞ്ഞെടുപ്പും നീതീകരണവും ഒക്കെ വ്യക്തിപരമാ, ബന്ധവും വ്യക്തിപരമാ. നാം ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നു. ആ ബന്ധത്തിൽ നിന്നുള്ള അഡ്രസ്സാണിത്. നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ അതോട് ചേർന്ന് പറയുവാനായിട്ട് ആവശ്യമുണ്ട്. ദൈവത്തിൽ നാം പ്രശംസിക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നാം വളരണം.
ഒരു കാര്യത്തെക്കുറിച്ച് അറിയാതെ അതിൽ സന്തോഷിപ്പാൻ സാധ്യമല്ലല്ലോ. ഇവിടെയും പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക എന്ന് തന്നെയാണ്. അതേ വാക്ക് തന്നെയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ വാക്ക് തന്നെയാണ് ഇവിടെയും 11-ാം വാക്യത്തിലുമുള്ളത്. ദൈവത്തിൽ സന്തോഷിക്കുന്നു. ഞാൻ പറഞ്ഞത് ദൈവത്തിൽ സന്തോഷിക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്കുണ്ടാവണം, ജ്ഞാനത്തിൽ വർദ്ധിക്കണം. കൊലോസ് ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ ജ്ഞാനത്തിന് 3 തലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, 3 ലെവല് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 6-ാം വാക്യം നാം വായിക്കുമ്പോ, കൊലോസ് ലേഖനം 1-ന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ ദൈവ കൃപയെ കേട്ടറിഞ്ഞ നാൾ മുതൽ എന്നുള്ള പ്രയോഗം നാം കാണുന്നു. ദൈവ കൃപയെ കേട്ടറിയുക, അത് രക്ഷിക്കപ്പെട്ട ദിവസത്തെ കുറിക്കുന്നതാണ്. ദൈവ കൃപയെ കേട്ടറിഞ്ഞ, അല്ലെങ്കിൽ ദൈവ കൃപയെ അറിയുക, അത് രക്ഷിക്കപ്പെട്ട ആ പടിയെ ഓർപ്പിക്കുന്നതാ. ദൈവ കൃപയെ അറിയുക. പിന്നെ അതേ അധ്യായത്തിൽ തന്നെ നാം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോ പൗലോസ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആദ്യം പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം സംബന്ധിച്ച്, ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പരിജ്ഞാനത്തിൽ അവർ വർദ്ധിക്കണമെന്ന് പറയുന്നു. ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ഇച്ഛ, ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ഇച്ഛ, ഇഷ്ടം, അതേക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ അവർ വർദ്ധിക്കണം. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടവർ, കൃപയെ അറിഞ്ഞവർ, രക്ഷിക്കപ്പെട്ടവർ, അവർ ദൈവത്തിന്റെ ഹിതമറിഞ്ഞവർ അനുദിനം ജീവിക്കണം. എന്നിട്ട് അതേ വാക്യത്തിൽ തന്നെ നാം കാണുന്നുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിക്കണം എന്നുള്ളത്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നോക്കുക, രക്ഷിക്കപ്പെടുക കൃപയെ അറിയുന്നതാണ്. ഹിതമറിയുക എന്ന് പറയുമ്പോൾ അനുദിനം വചനത്തിൽ നിന്നും ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞ് ദൈവത്തോടൊപ്പം അവന്റെ കൂട്ടായ്മയിൽ ജീവിക്കുന്ന അവസ്ഥയെ കാണിക്കുന്നതാ. അങ്ങനെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് 3-ാമത്തെ തലം. എന്ത് തലം? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിക്കുന്ന. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ദൈവത്തിൽ സന്തോഷിക്കണമെങ്കിൽ, ദൈവത്തിൽ പ്രശംസിക്കണമെങ്കിൽ എന്തുണ്ടാവണം? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിക്കണം. ദൈവത്തെക്കുറിച്ച് വളരെ വായിച്ച് അറിഞ്ഞ് ഒക്കെ അങ്ങനെയുള്ള അറിവിനെ കുറിച്ച് അല്ലത്. പിന്നെ അവന്റെ ഹിതം മനസ്സിലാക്കി, വചനത്തിൽ നിന്നും മനസ്സിലാക്കി, അവനോടൊപ്പമുള്ള കൂട്ടായ്മയിൽ ജീവിച്ച് മുൻപോട്ട് പോകുന്നവർ, അവനോടുകൂടി നടക്കുമ്പോൾ വർദ്ധിക്കുന്ന ജ്ഞാനത്തെയാണ്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തെയാണ്, അല്ലെങ്കിൽ പ്രായോഗിക ജ്ഞാനത്തെയാണ് ഇത് ഓർപ്പിക്കുന്നത്. ഇത് നമ്മിൽ ഉണ്ടാവണം, എങ്കിൽ ദൈവത്തെക്കുറിച്ച് സന്തോഷിപ്പാനായിട്ടിടയായിരിക്കും. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ അവകാശമാണ്. അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ വർദ്ധിക്കാൻ. ദൈവത്തെ നാം ഇന്ന് അറിയുന്നത് പുത്രനിലൂടെയാണല്ലോ. പുത്രനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ വർദ്ധിക്കാം. അതുകൊണ്ടാണ് 2 പത്രോസ് 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം കാണുന്നത് കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായിട്ടുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിലും വളരുവാൻ പത്രോസ് നിർദ്ദേശിക്കുന്നത് നാം കാണുന്നത്. അതെ, കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ നാം വളരണം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നാം വർദ്ധിക്കും. ആ ജ്ഞാനം വർദ്ധിക്കുമ്പോൾ ദൈവത്തിൽ സന്തോഷിപ്പാൻ ഇടയായിത്തീരും. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതെ, നാം ഇന്ന് കേട്ടുകൊണ്ടിരുന്നത് വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ഫലമാണ്, അല്ലെങ്കിൽ അതിലെ അനുഗ്രഹങ്ങളാണ് നാം കണ്ടത്. നാം പ്രാരംഭത്തിൽ നാം ഓർക്കുകയുണ്ടായി 3 അനുഗ്രഹങ്ങൾ: സമാധാനം, പ്രവേശനം, പ്രശംസ. ഇത് പഴയ നിയമത്തിലെ ആദ്യഫല പെരുന്നാളിനോടുള്ള ബന്ധത്തിലുള്ള ആ 3 കാര്യങ്ങൾ, അപ്പം, മലർ, കതിർ, ഇവയോട് നാം ബന്ധിച്ച് ചിന്തിക്കുകയുണ്ടായി. അതെ, നാം നീതീകരിക്കപ്പെട്ടതിനാൽ ഈ 3 അനുഭവിപ്പാനുള്ള അനുഗ്രഹം അല്ലെങ്കിൽ അവകാശം ദൈവം നമുക്ക് നൽകിയിരിക്കുക. നാം അതോടുള്ള ബന്ധത്തിൽ ഓർത്തു, ഇത് ഭൂതകാലത്തെ, വർത്തമാനകാലത്തെ, ഭാവി കാലത്തെയും കുറിക്കുന്നതാണെന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. പിന്നെ നാം ഈ 3 കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. സമാധാനത്തെക്കുറിച്ച് നാം കണ്ടു, നമുക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് നാം കണ്ടു, കൃപയിലേക്കുള്ള പ്രവേശനം. പിന്നെ നാം കണ്ടത് ആ പ്രശംസ. ആ പ്രശംസ എന്നുള്ളതിന്റെ അർത്ഥം നാം കണ്ടു, സന്തോഷം, ആനന്ദം, അതിയായ ആനന്ദത്തെ കുറിക്കുന്നതാണ്. നാം എന്തിലെല്ലാം ആനന്ദിക്കുന്നു, 3 കാര്യങ്ങൾ നാം കണ്ടു. പ്രത്യാശയിൽ, അത് വരുവാനുള്ള പ്രത്യാശയിൽ. രണ്ടാമത് കഷ്ടങ്ങളിൽ, അത് ഇന്നുള്ള കഷ്ടങ്ങളാണെന്നുള്ളത് നാം കണ്ടു. അത് തന്നെയുമല്ല, ദൈവത്തിലും നാം പ്രശംസിക്കുന്നു. നാം ആ ദൈവത്തിൽ പ്രശംസിക്കുവാൻ, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ വർദ്ധിക്കണമെന്നുള്ള കാര്യം നാം കണ്ടു. അത് ഇന്ന് നാം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതിനുള്ള ഒരു താല്പര്യം, അതിനുള്ള
ആഗ്രഹമുണ്ടായിരിക്കട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ വർദ്ധിക്കാൻ. തലയിലുള്ള വർധനയല്ല, പരിചയത്തിൽ. അവനോടൊപ്പം നടന്ന്, കൂട്ടായ്മയിൽ നടന്നുള്ള ആ വർധന. പിതാവിനെ കുറിച്ച് അറിയണമെങ്കിൽ പുത്രനെ കുറിച്ച് അറിയണം. പുത്രനെ കുറിച്ച് അറിയണമെങ്കിൽ വചനത്തിലുള്ള ജ്ഞാനത്തിൽ വർദ്ധിക്കണം. നമ്മുടെ ആഗ്രഹം ഇതായിരിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിന് എത്രയോ വലിയ തലങ്ങളാണ് ദൈവം നമ്മുടെ മുൻപാകെ തുറന്നിരിക്കുന്നത്. നീതീകരണത്തിന്റെ അനുഗ്രഹങ്ങൾ എത്രയോ വലിയ ഉയരങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകാൻ സാധ്യതയുള്ളത്. എന്നാൽ പലപ്പോഴും നീതീകരിക്കപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുക മാത്രമല്ലേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നാം ഈ വസ്തുതകൾ അറിയുകയും ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനുള്ള താല്പര്യമുള്ളവരായിരിക്കുകയും അനുദിനം അത് അനുഭവിപ്പാനുള്ള ആ ഇടവരികയും ഒക്കെ ചെയ്യുമാറാകട്ടെ. അങ്ങനെ കർത്താവിന് അനുഗ്രഹകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാം. അതെ, നീതീകരണത്തിന്റെ ഈ വലിയ അനുഗ്രഹങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കാം. ഇങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തി അനുദിനം ജീവിപ്പാൻ നാം ഇന്ന് വൈകിട്ട് കേട്ട ഈ കാര്യങ്ങളെല്ലാം മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ എവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.